എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇവിടെ ഒത്തുകൂടിയെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഈ ഷാജിയേട്ടനെ നമ്മുടെ ഓഫീസിൽ വരികയുണ്ടായി. ഓഫീസിൽ വന്നിട്ട് പുള്ളി പറഞ്ഞത് എൻ്റെ കേൾവി ഘട്ടം ഘട്ടമായി കുറഞ്ഞു വന്ന് ഇപ്പോൾ പൂർണ്ണമായി കേൾക്കാത്തൊരു രൂപത്തിലാണുള്ളത്. എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2 ഭിന്നശേഷിയായ എൻ്റെ ഭാര്യയും എൻ്റെ മകളെയും സംരക്ഷിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തം വളരെ പ്രയാസത്തിലാണ്. സർജറി നടത്തണമെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഓരോ ദിവസം തന്നെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നതെന്ന് തന്നെ അറിയില്ല. ആ രീതിയിലുള്ള ഞങ്ങൾക്ക് ആ ഒരു തുക കണ്ടെത്താൻ യാതൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ എൻ്റെ സർജറി നടത്തേണ്ടത് എൻ്റെ കുടുംബത്തെ നോക്കാനാണ്. എനിക്ക് ആരോഗ്യമുള്ള കാലത്തോളം എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം, എൻ്റെ കുടുംബത്തിന് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മളവിടെ ആ വീട്ടിൽ പോയിരുന്നു. ആ വീട്ടിൽ പോയ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആരുടെ മനസ്സും ഒന്ന് വേദനിക്കുന്നൊരു കാഴ്ചയാണ്. ആ ഭാര്യയുടെയും ആ മകളുടെ ഒരു അവസ്ഥ. കാരണം വെച്ചാൽ ഈ പ്രിയപ്പെട്ടവൻ മാത്രമല്ല, അവരുടെ ഭാര്യയുടെ അമ്മ പറഞ്ഞൊരു വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും അനാഥാലയത്തിന് എഴുതി കൊടുത്തിട്ട് എല്ലാവരും അവിടെ പോയി താമസിക്കുക. കാരണം വെച്ചാൽ എൻ്റെ കാലശേഷം ഇവരൊക്കെ എന്താകും എന്നുള്ളൊരു ആശങ്കയിലുള്ള നമ്മളൊരു ചാരിറ്റി വീഡിയോ കാര്യം ഒന്നും ചെയ്യുന്നില്ല. ഒരു മാറ്റർ തയ്യാറാക്കി എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്ത് പലതുള്ളി പെരുവളെന്നാണല്ലോ. ഇപ്പോൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ ഏകദേശം 500-ൽ പരം ഓട്ടോ തൊഴിലാളികളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകനാണ്, നിങ്ങളോടൊപ്പം സഞ്ചരിച്ച ആളാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കൈകോർത്താൽ നിങ്ങളുടെ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും നിങ്ങളുടെ എല്ലാ ആളുകളിലേക്കും ഇവരുടെ സാഹചര്യമുള്ള ആ ഒരു മാറ്റർ ഒന്ന് ഷെയർ ചെയ്താൽ ഒരു 6 ലക്ഷം രൂപ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കണ്ടെത്താൻ സാധിക്കും. ഒരു 6 ലക്ഷം രൂപ കിട്ടിയാൽ ഈ പ്രിയപ്പെട്ടവന് പുതുജീവൻ ലഭിക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ ഓട്ടോ ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞാൻ അറിഞ്ഞു വെച്ചാൽ ഏതോ ഒരു പാസഞ്ചർ ഓട്ടോ ഒന്ന് തുള്ളാൻ വരെ ശ്രമിച്ചിട്ട്. കാരണം അറിയുന്നില്ല, ഇവർ വിളിക്കുന്നതോ അവർ പറയുന്നതോ ഒന്നും കേൾക്കുന്നില്ല. ഇവരുടെ തെറ്റല്ല, ഇവരിങ്ങനെ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ആ നോട്ടം തന്നെ നമ്മളെ മനസ്സിൽ വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നത്. കാരണം അപ്പോൾ നമ്മളൊക്കെ ഉള്ളൂ ഇനി ഈ പ്രിയപ്പെട്ടവന്. കാരണം വെച്ചാൽ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സംവിധാനത്തോടു കൂടി ഓരോ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ടവന് ഒരു 100 രൂപയാകും 100 രൂപ സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുക. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഈ മട്ടന്നൂർ മണ്ഡലത്തിൽ തന്നെ ഒരുപാട് ഓട്ടോ തൊഴിലാളികളുണ്ടാവും. അപ്പോൾ ഓട്ടോ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഒരു സഹപ്രവർത്തകൻ ഇങ്ങനെ ഒരു വിഷമത വരുന്ന സമയത്ത് ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം. കാരണം നമുക്ക് നാളെ എന്താ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായം ചെയ്ത് ഈ പ്രിയപ്പെട്ടവൻ ചേർത്ത് പിടിക്കുക. കാരണം ഇവരുടെ വീട്ടിൽ പോയാൽ സത്യമായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇവരുടെ വീട്ടിൻ്റെ അവസ്ഥ? എനിക്ക് തോന്നുന്ന ഭക്ഷണ സാധനത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം തോന്നുന്നു. അത്രയും ഇവരുടെ ഭാര്യയുടെ അമ്മയുണ്ടല്ലോ കരയുക ചെയ്യുന്നത്, പൊട്ടി കരയുക ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊക്കെ ഒന്ന് കൈകോർത്തൂടെ? നമ്മൾ എല്ലാവർക്കും സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാവും. അവരിലേക്ക് ഈ ഒരു വിവരം എത്തിച്ചാൽ നമുക്കെന്താക്കാം ഈ പ്രിയപ്പെട്ടവൻ്റെ പ്രശ്നത്തിനുള്ളൊരു പരിഹാരം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഒരുമിച്ച് കൈകോർത്താൽ തീർച്ചയായും നമുക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമാവും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഷാജിയേട്ടൻ കുറേ കാലങ്ങളായി ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ എടുത്ത് ഉപജീവനം നടത്തുന്ന ഒരാളാണ്. ചെവിൻ്റെ ചെറിയൊരു പ്രശ്നം മുൻകാലങ്ങളിൽ ഷാജിയേട്ടൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ചെവിൻ്റെയും പൂർണ്ണമായും കേൾവി ശക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ മറ്റൊന്നും നമ്മളോട് ചോദിക്കുന്നില്ല. അവർക്ക് ഉപജീവനം നടത്താൻ ചെവിടിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയാൽ ആ ഓട്ടോറിക്ഷ അവർക്ക് നിലവിലുള്ള ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് തൻ്റെ ഉപജീവനം നടത്താനും തൻ്റെ ഭിന്നശേഷിയായ ഭാര്യയും മക്കൾക്കും അവരെ നോക്കാനും വേണ്ടിയിട്ടുള്ള മാത്രം ഒരു അഭ്യർത്ഥനയാണ്. ഒരു 6 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ചെവിൻ്റെ ഓപ്പറേഷനും അത് ബന്ധപ്പെട്ട ഉപകരണം ഫിറ്റ് ചെയ്യാനും കൂടി വേണം. അപ്പോൾ നമ്മളെല്ലാവരും ഈ നാട് ഒന്നടങ്കം ഒരു ചെറിയ തുക, നമ്മൾ പല ആവശ്യങ്ങൾക്കും പല പൈസയും നമ്മൾ ചിലവാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചില സമയം ചിലവാക്കുന്ന ഒരു ചെറിയ തുക ഇദ്ദേഹത്തിൻ്റെ ജീവൻ, ഒരു 3 ആളുകളുടെ ജീവിതവും തിരിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങളാലാവുന്ന സഹായം ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. മറ്റൊന്ന് അപ്പോൾ ഈ പ്രിയപ്പെട്ട ഷാജിയേട്ടൻ്റെ ആശ്രയത്തിലാണ് ആ കുടുംബം ജീവിച്ചു പോകുന്നത്. ഭിന്നശേഷിയായ ഭാര്യയും മകളും അടക്കം ഉള്ള ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ്. അപ്പോൾ ഈ പ്രിയപ്പെട്ടവന് നമ്മളോട് ചോദിക്കുന്ന സഹായം ആ പ്രിയപ്പെട്ടവൻ്റെ കേൾവി ശക്തി തിരിച്ചു കിട്ടാനുള്ള ഒരു സംവിധാനം ഒരുക്കി തരുമെന്ന്, ഒരു സർജറി ചെയ്ത് ഒരു മെഷീൻ ഘടിപ്പിച്ചാൽ മാത്രമേ ആ പ്രിയപ്പെട്ടവൻ്റെ സർജറി നടത്തി ആ കേൾവി ശക്തി തിരിച്ചു കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിന് 6 ലക്ഷം രൂപയാണ് ആവശ്യം. ആ 6 ലക്ഷം രൂപയ്ക്ക് നമ്മളൊക്കെ ഒരു ചായയ്ക്ക് വേണ്ടി മാറ്റിവെച്ചൊരു തുക ഈ പ്രിയപ്പെട്ടവന് നൽകിക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രിയപ്പെട്ടവനെ ചേർത്ത് പിടിക്കണം. കാരണം ഈ പ്രിയപ്പെട്ടവൻ്റെ വലിയ തരത്തിലുള്ള സങ്കടാർഹമായ അവസ്ഥ ഞാൻ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ആരും കൈവിടരുത്, ആരും തട്ടിമാറ്റി പോകരുത്. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും
നമ്മൾ ഇറക്കുന്ന മേഡർ ഷെയർ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാരിറ്റി വീഡിയോ ആയിട്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത്. ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു അവസ്ഥ, ഓട്ടോ തൊഴിലാളിയായ കൂടപ്പുറപ്പായ നമ്മുടെ പ്രിയപ്പെട്ട ഷാജിയേട്ടൻ ഇങ്ങനൊരു സാഹചര്യമുണ്ടെന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് അറിയിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈകോർക്കുക. ഇൻഷാ അല്ലാ എല്ലാം ശരിയാവും കേട്ടോ.